ഏകദേശം ഒരു വർഷം നീണ്ടുനിന്ന ഇന്ത്യ അമേരിക്ക സ്റ്റാൻഡ് ഓഫ്, അതേപോലെ തന്നെ ട്രേഡ് ഡീൽ. ആദ്യം റെസിപ്രോക്കലാണ് 25%, പിന്നീട് 50% റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഇന്ന് രാത്രിയിൽ, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നു റെസിപ്രോക്കൽ ടാരിഫ് 25% നിന്നും 18%. അതേപോലെ തന്നെ പ്യൂണിറ്റീവ് ടാരിഫ് അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി. ഏകദേശം 50% നിന്നും 18% ടാരിഫ് മാറ്റി. അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റിൽ പറയുന്നു 500 ബില്യൺ ആയിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടാകുന്ന ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ട്രേഡ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിന്ന് ഷാജൻ അലക്സാണ്ടറിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ് എക്സ്പേർട്ടാണ്. അമേരിക്കയിൽ ഇന്ത്യയിലെ നാഷണൽ ചാനൽ, അമേരിക്കൻ ചാനലൊക്കെ വരുന്നയാളാണ്. ഷാജൻ, എൻ്റെ ഒരു ചോദ്യം, ബേസിക്കലി അശ്വിനി വൈഷ്ണവ് ഇന്ത്യൻ മിനിസ്റ്റർ പറഞ്ഞ് വിൻ വിൻ സിറ്റുവേഷൻ, ആ രീതിയിലാണ് പറയുന്നത്. അതുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഫൈനലി ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിനകത്ത് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ റഷ്യൻ ക്രൂഡ് പൂർണ്ണമായിട്ടും നിർത്തും, വെനസ്വേലൻ ഓയിൽ വാങ്ങും, അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യയിൽ വരും. ഇതിനകത്ത് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് ഇന്ത്യൻ ടെക്നോളജി മിനിസ്റ്റർ, അതേപോലെ തന്നെ റെയിൽവേ മിനിസ്റ്റർ പറയുന്നു. ഇതാരാണ് വിൻ വിൻ സിറ്റുവേഷൻ? കാരണം എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ, എന്തൊക്കെയാണെന്നുള്ള വരാനുള്ള സമയത്തായിരിക്കും ഡീറ്റെയിൽസ് വരുന്നത്. ഇന്ത്യ EU ട്രേഡ് ഡീൽ നടന്നു. ഇതൊന്നും വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഇന്ത്യൻ മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അമേരിക്കൻ ഡീൽ എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പറയുന്ന ഇന്ത്യ US ടാരിഫ് എന്ന് പറയുന്നത് ജപ്പാനേക്കാളിലും കുറച്ചാണ്, ഇന്തോനേഷ്യയെക്കാളിലും കുറച്ചാണ്, വിയറ്റ്നാമിനേക്കാളിലും കുറച്ചാണ്. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. ചൈനയുമായിട്ട് 30%. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇപ്പോൾ അമേരിക്കയിലാണ്. അതേപോലെ തന്നെ പാക് സിലിക്ക റെയർ എർത്തിൻ്റെ കാര്യത്തിൽ ആ മീറ്റിങ്ങിനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പറയുന്നു സെർജിയോ ഗോർ, അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡർ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഏപ്രിലോടുകൂടി ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പല ദിവസങ്ങളിൽ പല ചാനലുകളിൽ ഒറ്റയ്ക്ക് അറ്റാക്ക് നേരിട്ട ഒരാളാണ്. ലൈക്ക് ഒരു സ്പെഷ്യലി റിപ്പബ്ലിക്കിന്റെ ചാനലില് ഒരു ഭാഗത്ത് ആങ്കർ ഉൾപ്പെടെ 4-5 പേര് ഒറ്റ തിരിഞ്ഞെന്നെ ആക്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇറ്റ് ഈസ് ടെമ്പററി. ഇത് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അത് ഞാൻ ഉറപ്പിച്ചു. സെർജിയോ ഗോറിനെ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ അംബാസഡറായിട്ട് അപ്പോയിന്റ് ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ചെറിയൊരു കളിയല്ല. ബിക്കോസ് സെർജിയോ ഗോറ് വൈറ്റ് ഹൗസിലെ ഒരു മെയിൻ പൊസിഷൻ, അതായത് US പോളിസി മേക്കിങ്ങിലെ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് ഇന്ത്യൻ അംബാസഡറായിട്ട് സെർജിയോ ഗോറിനെ പ്രസിഡന്റ് ട്രംപ് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇന്ത്യയുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പിന് പ്രസിഡന്റ് ട്രംപ് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഇപ്പൊ BJP ഗവൺമെന്റ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേറെ ഗവൺമെന്റ് വിട്ട് അതങ്ങോട്ട് മാറ്റി വർത്തുക. ഇനിയിപ്പോ ഇവിടെ US ഇപ്പൊ 2 വർഷം കൂടെ കഴിയുമ്പോൾ പ്രസിഡന്റ് ട്രംപ് മാറും, അടുത്ത ഒരു പ്രസിഡന്റ് വരും. ഇന്ത്യ US ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ഒരു ലോക ക്രിയയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ട്രേഡ് ഗ്രോത്ത്, ഇതിനെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു അസോസിയേഷനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മുൻകൂട്ടി കണ്ട ഒരാളായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള അഡ്മിനിസ്ട്രേഷൻ, BJP ഗവൺമെന്റ് ഇതിനകത്ത്, പ്രത്യേകിച്ച് പീയൂഷ് ഗോയൽ ഇതിനകത്ത് എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഓരോ സമയത്തും US ഗവൺമെന്റിനെതിരെ, അഡ്മിനിസ്ട്രേഷനെതിരെ ഇന്ത്യയിലെ സംഘപരിവാർ ചാനലുകളും സോഷ്യൽ മീഡിയയും
വളരെ മോശമായിട്ട് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ്, അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അത് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു അനാവശ്യ വർത്തമാനം പോലും US സർക്കാരിനെതിരെയോ പ്രസിഡന്റ് ട്രംപിനെതിരെയോ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടില്ല. നമ്മൾ കണ്ടത് മുഴുവൻ പിന്നെ പുറത്തു നിന്നുള്ള കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. സോ ഇന്നിപ്പോ പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴിയാണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുള്ളി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ട്രൂത്ത് സോഷ്യൽ ആപ്പിൽ വളരെ അതിനു മുൻപ് സെർജിയോ ഗോർ ഒരു 10-15 മിനിറ്റ് മുമ്പ് സെർജിയോ ഗോർ ട്വീറ്റ് ചെയ്തിരുന്നു, പ്രസിഡന്റ് ട്രംപ് ആൻഡ് പ്രൈം മിനിസ്റ്റർ മോഡിജി ഹാഡ് എ പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ തന്നെ മനസ്സിലായി സംതിങ് ഈസ് കുക്കിംഗ് അല്ലേ. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഇതിനകത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനപ്പുറത്തായിട്ട് ഇതിനകത്തിൽ തോൽക്കപ്പെടേണ്ട മറ്റ് ചില ശക്തികളുണ്ട്. അതിനെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഡീലിന്റെ ഒരു ഓവറോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചൈന, ഒരു ഭാഗത്ത് ചൈന, പാകിസ്ഥാൻ, റഷ്യ, ഇങ്ങനെയുള്ള കുറെ ശക്തികൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീൽ, എസ്പെഷ്യലി ഈ കഴിഞ്ഞ ആഴ്ച നടന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞ ഒരു ഡീല് സൈൻ ചെയ്തതിന്റെ കോണ്ടെക്സ്റ്റിൽ പോലും ഈ ഒരു ഡീലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. $500 ബില്യൺ US എനർജി, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് $500 ബില്യൺ ഓഫ് എനർജി, ടെക്നോളജി, അഗ്രികൾച്ചർ, കോൾ ആൻഡ് മെനി അതർ പ്രോഡക്ട്സ്. ഇതിനകത്തിൽ പ്രൈം മിനിസ്റ്റർ മോഡി അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വരുന്ന ഉടനെ ഇതൊരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പാണ്. അപ്പൊ അതിനകത്തിൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്, ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ പോലുള്ളവർക്ക് ഈ കാര്യങ്ങൾ പുറമെ കാണുന്ന ഒരു ആംഗിളിൽ മാത്രമേ നമുക്കതിനെ വിലയിരുത്തുവാൻ പറ്റത്തുള്ളൂ. പീപ്പിൾ ഹു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ഇറ്റ്, അതിൽ അവരെ നേരിടുന്ന സ്ട്രെസ്സും അവർ നേരിടുന്ന ലൂസിങ് സിറ്റുവേഷനും വിന്നിങ് സിറ്റുവേഷനും ഇതെല്ലാം അസസ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ഈ ഗവൺമെന്റുമായിട്ട് ഏതെങ്കിലും നിലയിൽ, വലിയ നിലയിലല്ല, ചെറിയ നിലയിൽ, ഇപ്പൊ എന്നെ പോലുള്ളവർക്കൊക്കെയുള്ള ചെറിയ നിലയിലുള്ള ഇൻവോൾവ്മെന്റിൽ പോലും നമ്മളാൽ ആവോളം നമ്മളുടെ വോയിസ് റേസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ഈ ട്രേഡ് ഇഷ്യൂ ഫിക്സ് ചെയ്യണം. അത് നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും ആ വോയിസ് റേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ന് പ്രത്യേകിച്ച് US ജീവിക്കുന്ന അമേരിക്കൻ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇറ്റ്സ് എ ഡേ ഓഫ് സെലിബ്രേഷൻ ദാറ്റ് ഈ ഒരു ട്രേഡ് ഡീൽ നടന്നു. US സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതിലപ്പുറത്തായിട്ട് പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം യെസ്, ഇറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇപ്പം ഈ ട്രേഡ് ഡീലിന്റെ പ്രശ്നമൊക്കെ അതിനുശേഷം പിന്നീടുണ്ടായ ഒരു സംഭവമുണ്ട്. ഇത് തള്ളിക്കളയരുത്, കാരണം ഇത് കാരണം അത്രമാത്രമാണ് അതിനുശേഷം ഇന്ത്യക്കാർക്കെതിരെ പല നിയമങ്ങൾ അവിടെ വന്നത്. H1B വിസ, ഗ്രീൻ കാർഡ്, അതേപോലെ തന്നെ എയർപോർട്ടിൽ ഹറാസ് ചെയ്യുന്നു ഇന്ത്യക്കാരെ. പല ഇഷ്യൂ ഓരോന്നായിട്ട് കയറി വരികയാണ്. ടെക്സാസിലെ ഗവർണർ H1B വിസ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യുന്നു. അപ്പം ഇതിനൊക്കെ കാരണം ഇത് ട്രേഡ് ഡീലിനപ്പുറം മറ്റൊരു രീതിയിലോട്ടങ്ങ് പോയി. അതിനകത്തിൽ നമുക്കൊരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളെ മാത്രമായിട്ട് കോർണർ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് ഒരു H1B പോളിസി കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്തിൽ ഞാൻ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം പറയാം. ഈ ഇമിഗ്രേഷൻ സിസ്റ്റം, US-ന്റെ ഇമിഗ്രേഷൻ സിസ്റ്റം മൊത്തത്തിൽ തകർന്നിരിക്കുക. The system is completely messed up. ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണ്ടേ? US-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇമിഗ്രേഷൻ സിസ്റ്റം ഒന്ന് ഫിക്സ് ചെയ്യണം. കഴിഞ്ഞ 4 വർഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ ഇവിടെ നടന്ന ഇല്ലീഗൽ ഈ ഇമിഗ്രേഷൻ, ഞാൻ ചോദിക്കുന്നത് ലോകത്തിൽ ഏത് രാജ്യത്ത് ഇത് നടക്കും? ലോകത്തിൽ ഇത് നടക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് പറയാം. മെക്സിക്കോയിൽ പോലും 10 വർഷം ഉണ്ടാവാം. അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ വെൽഫെയർ കൊടുക്കുക. ഇത് ഫിക്സ് ചെയ്യണ്ടേ? അപ്പൊ ഇതിനകത്തിൽ H1B-കാര് ഇന്ത്യയിൽ നിന്ന് വന്നവർ അകപ്പെട്ടു പോയി. വളരെ സങ്കടകരമാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും അത് മാറണം. അപ്പൊ അതുപോലെ തന്നെ എയർപോർട്ടിൽ ഹരാസ് ചെയ്യപ്പെടുന്നു. 1-2 കേസുകളായിരിക്കാം. അത് ഇന്ത്യക്കാരെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തുള്ള ഒരു കാര്യമല്ല.
അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. അതൊരു പക്ഷേ ആളുകള് അമേരിക്കയോടുള്ള ഒരു വിരോധം കൊണ്ടോ അല്ലെ ട്രംപിനോടുള്ള വിരോധം കൊണ്ടോ, അമേരിക്കയോടുള്ള വിരോധത്തിനപ്പുറത്തായിട്ട് പ്രസിഡന്റ് ട്രംപിനോടുള്ള വിരോധം കൊണ്ട് അതിനെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. ചില കേസുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നത്, ചില കേസുകൾ നടക്കുന്നുണ്ട്. ദർ ആർ സം ബാഡ് ആപ്പിൾസ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഐ അഗ്രി വിത്ത് യു ഓൺ ദാറ്റ്. അതേപോലെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം അമേരിക്ക പറഞ്ഞു റഷ്യയുടെ ഓയിൽ നിർത്തണം, ഇന്ത്യ നിർത്തി. അമേരിക്ക പറയുന്നു റഷ്യയിൽ നിന്ന് എക്യുപ്മെൻസും സംഭവം വാങ്ങാൻ പറ്റില്ല, അത് നിർത്തി. അതുകൊണ്ട് ഇതെങ്ങനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ ആവുന്നത്? കാരണം ഇതൊരു ബുൾഡോസ് ചെയ്യുന്ന സംഭവമില്ല. കാരണം ഒരു ഭാഗത്ത് ട്രേഡുണ്ട്, അമേരിക്ക റിലേഷൻഷിപ്പുണ്ട്, സ്ട്രാറ്റജിക് അലയൻസ് പാർട്ട്ണറാണ്. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഇന്ത്യയുടെ സോറിൻ ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ മേളിൽ ഇവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ നിർത്തണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഇവർക്കെങ്ങനെ പറയാൻ സാധിക്കും, ഇതിങ്ങനെ ബുൾഡോസ് ചെയ്യാൻ സാധിക്കും, ഇന്ത്യ റഷ്യയിൽ നിന്നും എക്യുപ്മെൻറ്റ്സ് വാങ്ങരുത്? എങ്ങനെ സാധിക്കും? അതേപോലെ ഇന്ത്യ ഇറാനിൽ നിന്നും ചബാർ പോർട്ട് അതിന് സാങ്ഷൻ ഇമ്പോസ് ചെയ്യും. ഈ പറയുന്ന സംഭവങ്ങളൊന്നും ആൾക്കാർ പറയുന്നില്ല. പക്ഷെ അത് തെറ്റല്ലേ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു ടെററായിട്ടുള്ള ഒരു രാജ്യം, അതായത് പാകിസ്ഥാൻ, അതിൻ്റെ ആർമിയുടെ ചീഫിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ചരിത്രത്തിലാദ്യമായിട്ട് ഇതൊരു അമേരിക്കൻ ഡിപ്ലോമസിയാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് അവർ? പാകിസ്ഥാന്റെ കാര്യത്തിൽ ഐ സ്റ്റിൽ ബിലീവ് പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ ബെയ്റ്റ്. അതിനുശേഷം എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ആ ഒരു മീറ്റിംഗിന് ശേഷം ദർ വാസ് നോ സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ്. അതേസമയം ഇന്ത്യയോടുള്ള ഇന്ത്യയെ ഡീൽ ചെയ്യുന്നത് പോലെ അല്ല പാകിസ്ഥാനെ ഡീൽ ചെയ്യുന്നത്. ഇന്ത്യയോടുള്ള കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് മോർ ദാൻ ഒരു ബുള്ളിങ്ങിന് അപ്പുറത്തായിട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ബുള്ളിങ് എലമെന്റ് ഇൻ ദിസ്. ഇതിനകത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ദർ വാസ് എ സോളിഡ് എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് അമേരിക്ക. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നു. ആ ബന്ധത്തിൽ വിള്ളൽ വന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ട്രേഡ് ഡീല് ഒരു ഫാക്ടറാണ്. മറ്റു പല ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് പറയുന്നത് ഒരു ബുള്ളിങ്ങിന് അപ്പുറത്തായിട്ടൊരു മ്യൂച്വൽ ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഒരു മ്യൂച്വൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങരുത്, അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നതിനകത്തിൽ ദർ ഇസ് എ മ്യൂച്വൽ ഇൻഫ്ലുവൻഷ്യൽ റിലേഷൻഷിപ്പ്. യു ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. അത് ഇറ്റ് ഈസ് നോട്ട് ബുള്ളി. അങ്ങനെ ഇന്ത്യ കേൾക്കണമെന്നോ? അല്ല, അതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ എനർജി നീഡുണ്ട്. ഇന്ത്യ ഏകദേശം 39 രാജ്യങ്ങളിൽ നിന്നും ഓയിൽ വാങ്ങുന്ന രാജ്യമാണ്. ചൈന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. എഗ്രിയർ. അപ്പം ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും, അപ്പോൾ ഇന്ത്യ ചോദിച്ചൊരു കാര്യമുണ്ട് ആ സമയത്ത്, എന്നാൽ ഞങ്ങളെ കൊണ്ട് ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും വാങ്ങാൻ സമ്മതിക്കുക. ഞാൻ ഇന്ത്യയുടെ നമുക്ക് ചില ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഇന്ത്യയുടെ നീഡുണ്ട് ഷാജൻ. കാരണം നമുക്കിവിടെ എനർജി വന്നേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സംഭവമൊന്നുമില്ല, പുറത്തുനിന്ന് വരണം. നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിനകത്ത് കിട്ടി. ഇതേപോലെ തന്നെ ചൈന വാങ്ങുന്നുണ്ട്, ടർക്കി വാങ്ങുന്നുണ്ട്, മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ ഇവിടെ വരുന്നുണ്ട്. നമ്മളിത് റിഫൈൻ ചെയ്ത് വിൽക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് വിൽക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയോടെടുത്ത അതേ സ്റ്റാൻഡ് ഈ ടർക്കിയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ചൈനയോടും എടുത്തില്ല? ചോദ്യം ഞാൻ പറയാം, അതിന് എനിക്ക് സിമ്പിൾ ആൻസർ ആ. ബിക്കോസ് ദർ വാസ് എ വെരി ഡിഫൈൻഡ് സോളിഡ് റിലേഷൻഷിപ്പ്. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉള്ളപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഗോ ആൻഡ് ടെൽ ഇന്ത്യ. ചൈനയുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ചൈനയുമായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മിയർ ട്രേഡ് റിലേഷൻഷിപ്പ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീപ്പർ റിലേഷൻഷിപ്പാണ്. എത്ര ചൈനീസ് അമേരിക്കൻസ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലുണ്ട് വേഴ്സസ് എത്ര ഇന്ത്യൻ അമേരിക്കൻസ് US അഡ്മിനിസ്ട്രേഷനിലുണ്ട്. സി ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സി ലുക്ക് അറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഇസ്രയേൽ. സി ഇസ്രയേൽ, ഇന്ത്യ, US എന്ന് പറയുന്ന ആ ഒരു അച്ചുതണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ്.
അതിനെ എതിർക്കുന്ന പൊളിറ്റിക്കലി എതിർക്കുന്ന ആളുകൾ ഇന്ത്യയിൽ കാണും, അല്ലെന്നുണ്ടെങ്കിൽ റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ എതിർക്കുന്ന ആളുകൾ കാണും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ഗ്ലോബൽ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, ഈ ഇസ്രയേൽ ഇന്ത്യ റിലേഷൻ, ഇപ്പൊ ഇറാന്റെ കാര്യത്തിൽ പോലും ഇന്ത്യ എന്തുകൊണ്ടാണ് വളരെ കാമായിട്ടൊരു നിലപാടെടുക്കുന്നത്? ഇറാന്റെ കാര്യത്തിൽ ബിക്കോസ് ഇസ്രയേൽ ഇറാൻ ഈ തോന്നിവാസങ്ങളെല്ലാം കാണിച്ചിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ യുഎസിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നമ്മുടെ ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി ടെക്സ്റ്റൈൽസ്, സീ ഫുഡ്, അതുപോലെ തന്നെ ടെക്നോളജി, ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പൊ അതിനകത്തിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് മൊമെന്റവും ഒരു ഗ്രോത്തും ഈ യു എസ് മാർക്കറ്റിലേക്ക് ഒരു ഇംപ്രൂവ്ഡ് ആക്സസ് കിട്ടിയാൽ നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് അതറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ചൈനയോടുള്ള കോണ്ടെക്സ്റ്റിൽ അതില്ല. യു എസിനും അതറിയാം. ചൈനയ്ക്ക് ആ ഇഷ്യൂ ഇല്ല, ടർക്കിക്ക് ആ ഇഷ്യൂ ഇല്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇന്ത്യ യു എസിൽ നിന്ന് റീപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു റിക്വയർമെന്റ് ഉണ്ടാവുമല്ലോ. There is something that we expect. There is the return of investment എന്നുള്ള കാര്യം പറയുന്ന പോലെ തന്നെ there should be a return, and US is expecting that. We can't blame. അതിനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? What do you think? അല്ല, അതിനത് ഞാൻ ആ ചില പോയിന്റുകളിൽ എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കൻ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് മോദി വന്ന ശേഷം ഉണ്ടായ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലാണ് എല്ലാ കാര്യത്തിലും. ഈ പറയുന്ന വലിയ ഡിപ്ലോമസിയേക്കാൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എല്ലാ രീതിയിലും. അമേരിക്ക തന്നെയാണ് ഇന്ത്യയെ ഗ്ലോബൽ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യത്തിലും. G7 ആണെങ്കിലും G5 ആണെങ്കിലും G20 ഇന്ത്യക്ക് ഒരു വിശ്വഗുരുവിൻ്റെ സ്റ്റാറ്റസ് കോയിൽ കൊണ്ടുവന്നതിലൊക്കെ അമേരിക്കൻ റോളുണ്ട്. എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്തു, ഇന്ത്യൻ കറൻസി ഡൗൺഫോളായി. എപ്പോഴാണ് ഇന്ത്യ US ഇത് ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്ത്? രാത്രിയിലാണ്. ഇപ്പോഴാണ് ഇന്ത്യൻ സമയം ഈ സമയത്ത്, അതായത് ഇപ്പോഴാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഇതിന് കിട്ടിയ ഇന്ത്യൻ മീഡിയയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ EU ട്രേഡ് ഡീലിനേക്കാളും ഭയങ്കരമായിട്ട് പ്രാധാന്യമാണ് കിട്ടിയിരിക്കുന്നത്. EUവിൻ്റെ നേതാക്കൾ പറഞ്ഞ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പറഞ്ഞത്. ആ ഡീല് കാണുന്നവർക്ക് ഈ പറയുന്ന EUവിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യങ്ങളാണ് ഈ പലതും. കാരണം ഇവരുടെ എക്കോണമിയൊക്കെ തകർന്ന് നാശമായിട്ടിരിക്കുകയാണ്. ബൈയിങ് പവർ ഇല്ല. ഇവരൊക്കെ ഇതേ പ്രോഡക്റ്റ് തന്നെ ചൈനയിൽ നിന്നും വാങ്ങുന്നു, ഇതിനേക്കാളും കുറച്ച് വാങ്ങുന്നു. ഇതിനകത്ത് എവിടെ സ്പേസ് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. പക്ഷേ അമേരിക്കൻ മാർക്കറ്റ് ചൈനയുടെ മേളിൽ 30% ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ട് ഇന്ത്യൻ സാധനങ്ങൾ വെൽക്കം ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ പ്രോഡക്റ്റിന് അവിടെ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. അത് ഇന്ത്യയിലെ പല ഘടകന്മാർക്കും അറിയത്തില്ല. എന്തുകൊണ്ടാണ് അമേരിക്കൻ മാർക്കറ്റിന് ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഗ്ലോബലായിട്ട് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ഇന്ത്യയിലെ എക്കോണമി, ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുകയുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും മനസ്സിലാവും. ഇതിൻ്റെ റീസൺ അതാണ്. ദിസ് ഈസ് വെരി ട്രൂ. കാരണം ഞാൻ പറയാം, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് ഇപ്പൊ നമുക്ക് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട്. ഓക്കെ, ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ദാറ്റ്സ് എ ലോക്കലൈസ്ഡ് ഇഷ്യൂ. നമുക്കിപ്പോ ഇത് ഞാൻ പറയുന്നത് ഈ ബജറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ താരിഫ് ക്യാപിറ്റൽ ഗുഡ്സിനും റോ മെറ്റീരിയൽസും ലോക്കൽ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ താരിഫ്സ്, ഈ പ്രയർ താരിഫ് ഇമ്പാക്ട് ഇപ്പൊ പുതിയതും കൂടെ വരുമ്പോഴത്തേക്ക് ഈ പുതിയ ബജറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ വി ആർ ഗോയിങ് ടു സീ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. യുനോ ഐ സീ ഒരു അനലിസ്റ്റ് പറയുന്നത് 1 trillion എക്സ്പോർട്ട് ടാർഗറ്റ് ആണ് ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. $1 trillion. ആൻഡ് $1 trillion ഒരു ഇന്റഗ്രേഷൻ നടക്കുമ്പോ ഗ്ലോബൽ സപ്ലൈ ചെയിനിലേക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ഷിഫ്റ്റ് വരുന്നത്, ക്യാൻ വി ഇമാജിൻ? ആ ഷിഫ്റ്റ് എവിടെ നിന്ന് വരാൻ പോകുന്നറിയോ? ദ ഷിഫ്റ്റ് ഈസ് ഗോയിങ് ടു കം ഫ്രം ചൈന. ദാറ്റ് ഈസ് ദ തിങ്. ഈ ചൈനയിൽ നിന്ന് ആ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു മൈക്രോ ലെവലിലുള്ള ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു മാക്രോ എക്കണോമിക് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്
അത് ഈ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ $500 ബില്യൺ ഈ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം, ഈ നാളെ മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഗോയിങ് ടു റിയാക്ട്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഗോയിങ് ടു റിയാക്ട് വെരി പോസിറ്റീവ്ലി. ഇതൊന്നും കാണുമ്പോൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. സി, ഈ FIs കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. But imagine that $1 trillion shift is going to come. Who don't want to invest? Who wouldn't want to invest? അതെ അതെ, That is going to happen. അതിനകത്ത് ഇന്ത്യൻ മീഡിയ, എനിക്കറിയത്തില്ല അവർക്ക് അറിയുമോ ഇല്ലയോ എന്നത്, ഈ യൂറോപ്പിലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സാണ്. അവരെല്ലാം അമേരിക്കൻ ചെയിലാണ്. ഇത് അവരുടെ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ചൈനയിലുള്ള പ്രധാനപ്പെട്ട ഇവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല കമ്പനികളും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സാണ്. അവരെ അപ്പം ബേസിക്കലി ഞാൻ നോക്കിക്കാണുന്നത് ഈ ചൈനയുടെ മാനുഫാക്ചറിങ് ഹബ് എന്ന് പറഞ്ഞ ഒരു 10% ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതാണൊരു മേജർ അച്ചീവ്മെന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ മാനുഫാക്ചറേഴ്സ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതിനകത്തുനിന്ന് യൂറോപ്പിന് വലിയ റോളും കാരണം അവര് അല്ല, ബേസിക്കലി അവരാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് യൂറോപ്പിന് എന്ത് റോളാണ് ഉള്ളത്? യൂറോപ്പിന്റെ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് കാരണം അമേരിക്കയുടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന കമ്പനികൾ. ഇവർ തന്നെയാണ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ. അപ്പം അവരാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്തത്. എന്നാൽ മാത്രമേ ഇന്ത്യയിലെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ ആണെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുകയുള്ളൂ. ഇതാണ് അതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഫ്രാൻസിൻ്റെ താല്പര്യം എന്തുവാ? അവരുടെ ഏറ്റവും വലിയ താല്പര്യം എങ്ങനെയെങ്കിലും റഫേൽ വിൽക്കണം. അതേ ഉള്ളൂ അവരുടെ താല്പര്യമുള്ളൂ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബ്രിട്ടന്റെ താല്പര്യം എന്തുവാ? എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ മേളിൽ വെപ്പൺസ് അടിച്ചേൽപ്പിക്കണം. ജർമ്മനിയുടെ താല്പര്യം എന്തുവാ? ജർമ്മനിക്ക് എങ്ങനെയെങ്കിലും സബ്മറൈൻ ഇന്ത്യ വാങ്ങണം. ഇതേ ഉള്ളൂ. ഇനി എയർബസും വാങ്ങണം. അതേ ഉള്ളൂ അവരുടെ താല്പര്യം. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അവരുടെ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് അവർ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ പുതിയ എയർ ഇന്ത്യ ഡീലല്ലേ, എയർ ഇന്ത്യ ബോയിങ് 747 വാങ്ങിക്കാൻ ഡീൽ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തു. പ്രോബ്ലം ഇത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ കാര്യം നടക്കണം. അതാണ് അവരുടെ പ്രശ്നം. അതല്ലാതെ അവർക്ക് ഇന്ത്യൻ എക്കോണമി ബൂം ചെയ്യണമെന്നും അതേപോലെ തന്നെ ഇന്ത്യ പ്രധാനമായിട്ട് ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ്. അതായത് മാൻ പവറിനെ ഇന്ത്യയിൽ നിന്നും എടുക്കണം. അവർ തള്ളിക്കളഞ്ഞത്. അത് ബേസിക്കലി ഇന്ത്യയിൽ ഇഷ്ടംപോലെ മാൻ പവർ ഉണ്ട്. അവരിത് സിമ്പിളി റിജക്റ്റ് ചെയ്തു. അത് ഇവിടൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ H1Bയുടെ വിസയോ ഇമിഗ്രേഷൻ്റെ ഒക്കെ ചെറിയ ഫ്ലെക്സിബിലിറ്റി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഫർദർ ടോക്സിനകത്ത് കൊടുക്കുമായിരിക്കും. ഏതായാലും ഞാൻ പറയാം, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ IMFന്റെ ഫോർകാസ്റ്റ് അനുസരിച്ച് ഇന്ത്യയുടെ ഈ ഗ്ലോബൽ GDP ഗ്രോത്തിലെ 2026 കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 17%. ദാറ്റ് ഈസ് ഈവൻ US ഓൾമോസ്റ്റ് 10% ഓവർടേക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷനാണ്. അപ്പൊ അതിനകത്ത് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിങ് ഫാക്ടേഴ്സ്, ഇറ്റ്സ് ഓൾ അതിനകത്തിൽ അപ്ലൈഡ് ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, when this deal goes through 25-26 ഗ്രോത്ത് മിനിമം ഒരു 7-10% ആംപ്ലിഫൈ ചെയ്യും. അതിനകത്തിൽ യാതൊരു സംശയവും വേണ്ട. ദാറ്റ് ഈസ് പക്ഷേ പ്രൊവൈഡഡ് ദർ ആർ ചാലഞ്ചസ് ആൻഡ് ഇമ്പാക്ട്സ് ഓൺ ഇറ്റ്. ഈ ഒരു ഡീല് ഈ പറഞ്ഞതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡിന്റെ പ്രശ്നങ്ങള്, വെനസ്വേലൻ ഓയിൽ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഐ എം ഷുവർ ദേ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. സർജിയോ ഗോർ അതിനൊക്കെ മിടുക്കനാണ്. അല്ല, എൻ്റെ ഒരു ഞാൻ മുന്നും ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു സംഭവം, ഈ ഒരു കാരണവശാലും ഇനി ഫർദറായിട്ട് ഇൻ ഫ്യൂച്ചറിൽ ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകരുത്. രണ്ട് രാജ്യങ്ങളും ഒരു പാഠം പഠിച്ചു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഇന്ത്യക്കാണ്. അമേരിക്കയ്ക്ക് എന്ത് നഷ്ടമാണ്? അവർക്ക് എന്താ നഷ്ടം? ഇതുപോലെ ഡീല് എല്ലാ രാജ്യങ്ങളോട്ടും ചെയ്യുന്നത്.
പക്ഷേ ഇന്ത്യയുടെ മേജർ ഡീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയുമായിട്ട് വലിയ സംഭവം, നമ്മൾ എത്രയാണ് ഇവിടുത്തെ, നമ്മൾ എന്തുമായിട്ട് ഡീൽ എന്ത് ന്യൂസിലാൻഡുമായിട്ട് എന്താ ഡീൽ ചെയ്തേക്കുന്നേ, അതിൻ്റെ വോളിയം നോക്ക, എന്ത് ഡീലാ ചെയ്തിരിക്കുന്നേ. ഇതാണ് ഏതായാലും എന്തായാലും ഇതൊരു ഞാൻ ചിന്തിക്കുന്ന ഇതൊരു ബാലൻസ്ഡ് റെസിപ്രോക്കൽ ഗെയിൻ ഉള്ള ഒരു നമ്മുടെ അച്ഛൻ പറഞ്ഞ ആ വാക്കാണ്, ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. It's definitely, I think it's a very balanced by reciprocal gains between both nations. ഇപ്പൊ ഈ സീറോ ടാരിഫ് കൺസെഷൻസ് US എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും ഒരു ഡെഫിനറ്റ്ലി ദർ ഇസ് എ ബാലൻസ് ഇൻ ഇറ്റ്. ഇന്ത്യക്കും US-നും ഒരേപോലെ തന്നെ ഇപ്പൊ ഇന്ത്യൻ പ്രോഡക്ട്സിന് കണ്ടമാനം പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതിനകത്തിൽ സഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രോഡക്ട്സിന് നല്ലപോലെ പിന്നെ പ്രോഡക്ട്സിന്റെ വരവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. എനിക്കറിയാം ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സ്, അതായത് തിരുപ്പൂറും കോയമ്പത്തൂർ ആ ഭാഗത്തുള്ളവർ, അവർ സഫർ ചെയ്തു. അവർക്ക് ചെറിയ റിലീഫ് ഗവൺമെന്റും ടാക്സ് ബെനിഫിറ്റും ഒക്കെ കൊടുത്തു. അതേപോലെ ഷ്രിമ്പുമായി ബന്ധപ്പെട്ട്, സീ ഫുഡുമായി ബന്ധപ്പെട്ട് എത്രയോ ലക്ഷം പേരാ വർക്ക് ചെയ്യുന്നത്. അതിനെയും ഗവൺമെൻറ് പല രീതിയിലുള്ള ഡിസ്കൗണ്ട്, ടാക്സ് ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തു, റിലീഫ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഈ ബജറ്റിനകത്ത് കൃത്യമായിട്ട്, കാരണം ഇന്ത്യയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ച് വെട്ടിയാൻ കുറച്ചു. കാരണം പൈസ എവിടുന്ന ചോദ്യമുണ്ടല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കൊച്ചിയിലാണ്. പിന്നെ പുള്ളി ഒരു സീ ഫുഡ് എക്സ്പോർട്ടറാണ്. പുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രംപ് വിരോധിയായി മാറി. എന്നോട് പറഞ്ഞു, ദേഷ്യം കൊണ്ടൊന്നുമല്ല, പിന്നെ നടക്കുന്നില്ല, ജോലിക്കാർ മുഴുവൻ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു ഈ ഒരു പ്രശ്നം കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു ട്രേഡ് ടെൻഷന്റെ ഡീഎസ്കലേഷൻ ഡെഫിനറ്റ്ലി ഇന്ത്യ US ഒരു ന്യൂ ഇറ ഓഫ് റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനകത്തൊരു പോസിറ്റീവ് എഫക്ട്സ്, എസ്പെഷ്യലി പറഞ്ഞതുപോലെ തന്നെ H1B ജോബ്സ്, അതുപോലെ തന്നെ പിന്നെ ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോസ്. യു സെഡ് ദാറ്റ് FIസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോസ്, അതെല്ലാം ഈ ഒരു ട്രേഡ് ടെൻഷന്റെ ഡീഎസ്കലേഷനിൽ കൂടി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതിന്റെ ഒരു ലോങ് ടേം ഇമ്പാക്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നാലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ. എനിവേ ഒരു നല്ല ടോക്സ് ആയിരുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. Thank you.